നല്ലൊരു ഭാഗം ആളുകൾ ഈ സ്ഥാനാർത്ഥിത്വം സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഉള്ള അനുഭവം. ഇത് വലിയ തോതിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എതിരാളികൾ. ഇവിടെ UDF ആ അങ്കലാപ്പ് മറച്ചു വെക്കുന്നില്ല. എങ്ങനെ കാര്യങ്ങൾ തങ്ങളുടെ വശത്താക്കാൻ കഴിയുമെന്ന് ആലോചിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടുന്ന പ്രതികരണം ഗുണകരമായിട്ടുള്ളതല്ല. അപ്പോ സാധാരണ നില വിട്ട് കളിക്കാൻ അവർ തയ്യാറാവുകയാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തിയത് എന്ന് നാം കാണണം. ജമാഅത്തെ ഇസ്ലാമി എന്നത് നമ്മുടെ നാട്ടിനെ അപരിചിതമായ ഒന്നല്ല. എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ്. എങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന നിലയിൽ നാട് നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അത് പല ഘട്ടങ്ങളിൽ പരസ്യമാക്കപ്പെട്ട കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനായി അവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. കുറെ വർഷം മുൻപാണ് മാധ്യമം ദിനപത്രം അവരാരംഭിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചരണത്തിനു വേണ്ടി തയ്യാറാക്കിയ ഒന്നായിരുന്നു അത്. ആ ദിനപത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവരുമായി സഹകരിക്കാത്ത ആളുകളെ അടക്കം അവർ പ്രത്യേകമായി ക്ഷണിച്ചു. ആ ക്ഷണിച്ച കൂട്ടത്തില് ഒരു പേര് പാണക്കാട് ശിഹാബ് തങ്ങളായിരുന്നു. ആ പരിപാടിയിൽ ശിഹാബ് തങ്ങൾ പങ്കെടുത്തില്ല.